അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇത് നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാക്കാൻ പറ്റും, പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ കാൽഭാഗം ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് അളന്നിട്ട് എടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇതുപോലെ നാടൻ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിക്കൻ്റെ ഈ ഓരോ പീസിലും നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല പോലെ തന്നെ തേച്ചിട്ട് നമ്മൾ കുറേ സമയം ഈ ഒരു ചിക്കൻ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചിക്കൻ്റെ ആ ഒരു ഇതിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അടച്ചിട്ട് പുറത്ത് വെക്കുകയാണെങ്കിലും എന്തായാലും ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും നിങ്ങൾ വെക്കുക. എന്നാലേ നന്നായിട്ട് ചിക്കൻ്റെ ആ ഒരു നല്ല ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ മസാല തേച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കോൺഫ്ലേക്സ് ആണ് ചേർക്കുന്നത് കേട്ടോ. കോൺഫ്ലേക്സ് ഞാൻ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമില്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കോൺഫ്ലേക്സ് നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത പാൽ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മൈദയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത്. നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസസും നമുക്ക് ആദ്യം മൈദയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പ്ലെയിനായിട്ടുള്ള മൈദയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും മൈദ ആവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക. ഇപ്പോൾ 3 പീസ് ഞാനതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാലിന് പകരം വേണമെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ. നല്ല തണുത്ത പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ പീസും നമുക്ക് ഈ പാലിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലേക്സ്, ഓട്സ്, കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് വീണ്ടും നമ്മളതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഓരോ പീസസ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാല് ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കുന്ന സമയത്ത് യൂസ് ചെയ്യാതെ. എല്ലാ പീസസും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒരിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് കട്ടിയുള്ള പീസാകുമ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉൾഭാഗം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കോൺഫ്ലേക്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ
ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.